ഇപ്പോൾ കുറച്ചായില്ലേ നമ്മൾ ജേർണലിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലൂ കളർ തീമിലുള്ള ജേർണലിംഗ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജങ്ക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ഒരുപാട് ബ്ലൂ കളർ തീമിലുള്ള പേപ്പേഴ്സും കാർഡ് സ്റ്റോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് സ്റ്റോക്ക് വന്നിട്ട് ഞാൻ റീസെൻ്റായിട്ട് അല്ല, എന്നാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ച ഈ ഒരു ഡോട്ടഡ് സ്റ്റിക്കേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ പേപ്പറാണ്. ഈ ഒരു ചെക്ക് പാറ്റേൺ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജങ്ക് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ ഞാൻ ബേസായിട്ട് ഈ ഒരു കാർഡ് സ്റ്റോക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. മെജോറിറ്റി പ്രോഡക്ട്സും ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ച എൻ്റെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെയൊക്കെ പാക്കേജിങ്ങിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായ പേപ്പേഴ്സും കാർഡ് സ്റ്റോക്സും ആണ് കൂടുതലും ഞാൻ ഈ ഒരു സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം വാങ്ങിയ ആ ഒരു പെൻ നൈഫിൽ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ പേപ്പറാണ്. അതിൽ ഓൾറെഡി 2 കോർണർ ജസ്റ്റ് കേർവായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി 2 കോർണറും ഞാൻ എൻ്റെ കോർണർ പഞ്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്തിട്ടിട്ട് ഈ ഒരു കോർണർ പഞ്ചിൻ്റെ ലിങ്ക് കിട്ടിയാൽ ഞാനത് ബയോയിൽ കൊടുക്കാം. സോ അത് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് അതൊരു ബ്ലൂ കളർ തീമിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു ടേപ്പിൻ്റെ പാക്കേജിങ്ങിൻ്റെ 2 സൈഡിൽ നമുക്ക് റൗണ്ട് കളറിലുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു. സോ അതും ഞാൻ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഈ ഒരു കോർണറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൂ കളർ പിക്ചർ ഇതിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഏതോ ടൈമിൽ കുറേ നാൾ മുമ്പ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. സോ ബ്ലൂ കളറിലുള്ള അധികം സപ്ലൈസും മെറ്റീരിയൽസൊന്നും എൻ്റെ കയ്യിലില്ല. എന്തായാലും ഈ ഒരു പിക്ചർ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ജങ്ക് ജേർണലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള കുറച്ച് സപ്ലൈസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു റോള് നമ്മൾ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. ഇതൊരു ബ്ലൂ കളർ തീമായിട്ട് മാച്ച് ആയതുകൊണ്ടിട്ട് ഇതിൽ നിന്ന് 1-2 പിക്ചേഴ്സ് ഞാൻ ഈ ഒരു സ്പ്രെഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 99 റുപ്പീസിനാണ് ഈ ഒരു സ്റ്റിക്കർ സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ടേപ്പ് റോള് ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് ബ്ലൂ ഒരു വാഷി ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ സെറ്റ് ഞാൻ മിസ്റ്റർ DIY നിന്ന് വാങ്ങിയതാണ്. എന്തിനോ വേണ്ടി എടുത്തു, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തില്ല. നെക്സ്റ്റ് ഞാൻ 3 ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്ലൂ ആണ്. അത് ഞാൻ ജസ്റ്റ് ആ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ജേർണൽ സ്പ്രെഡിൽ ഈ ഡോട്ടഡ് സ്റ്റിക്കേഴ്സും നേരത്തെ ഞാൻ കാണിച്ച ഈ ഒരു സ്റ്റാമ്പിൻ്റെ സ്റ്റിക്കർ സെറ്റും ആണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളെല്ലാം എനിക്ക് പാക്കേജിങ്ങിൽ നിന്നൊക്കെ കിട്ടിയ ജങ്ക്സ് ആയിട്ടുള്ള പീസസ് ആണ്. സോ സിമ്പിളായിട്ട് ഞാനൊരു ബ്ലൂ കളർ തീം ജേർണലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണൽ സ്പ്രെഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.